ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ചക്കക്കുരുവും മുരിങ്ങക്കായും മാങ്ങായും പരിപ്പും കൂടി ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് അടിപൊളി ടേസ്റ്റാണ് അതിന്. നമുക്ക് ഉണ്ടാക്കാം. ഞാൻ പരിപ്പ് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ശകലം പരിപ്പ് മതി, ഒരു പിടി പരിപ്പ് മാത്രം മതി. ഇതിലേക്ക് നമുക്ക് ഈ ചക്കക്കുരു മുരിങ്ങയ്ക്കയും മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 2 പച്ചമുളക് കീറിയിടാം കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇത്രയും ഞാൻ എടുക്കില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചെടുക്കാം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ ഇടാം കേട്ടോ. അപ്പം ഇത് നമുക്ക് തീ കത്തിക്കാം. ഒരു ചെറിയ വിസിൽ കൊടുക്കണം. ഇതിന് വേഗം വേകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അപ്പോഴേക്കും ഇച്ചിരി തേങ്ങ അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും കൂടി അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങ മതി, ഒരു കാമുറി തേങ്ങ മതി. പരിപ്പ് ചേർക്കണതുകൊണ്ട് അധികം തേങ്ങ വേണ്ട. കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം. രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിലിരിക്കുന്നത് വെന്തോട്ടെ, ഇപ്പം തന്നെ വേവും. അത് ഒറ്റ വിസിൽ മതി. നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. അരച്ച് വന്നിട്ടുണ്ട്, നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങയും കൂടി ഇട്ടിട്ട് അരപ്പ് കൂട്ടാം കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ചൂട് കൊണ്ട് എല്ലാവരും ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ സഹോദരിമാർക്കും സഹോദരന്മാർക്കും. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യുക. മാങ്ങ വന്ന് ഈ അടുപ്പത്ത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും അതും വേവും, പരിപ്പും ചക്കക്കുരുവും മുരിങ്ങയ്ക്കും.
വെന്തിട്ടുണ്ടാവും. ഇനി മാങ്ങ ഒന്ന് വെന്തോട്ടെ. മാങ്ങ ഞാൻ ഈ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ പാത്രം ഒന്ന് മാറ്റിയെടുക്കണം. എനിക്ക് ചട്ടി ഒന്ന്, ചീനച്ചട്ടി. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ അടുപ്പത്ത് വറയെടുക്കാം. കടുകും മുളകും ഒക്കെ കൂടി വറുത്തെടുക്കാം കേട്ടോ. ഇത്തിരി കടുകും മുളകും കൂടി വറുത്തെടുക്കാം. കടുകിട്ട് കൊടുക്കാം. മുളകിട്ട് കൊടുക്കാം. കറിവേപ്പില സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി തൂവി കൊടുക്കാം കേട്ടോ. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് വാങ്ങി വെക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് മുരിങ്ങയ്ക്കയും ചക്കക്കുരുവൊക്കെ കൂടി മാറ്റാം. മാങ്ങ ഒന്ന് വെന്തോട്ടെ. ഒന്നിച്ചിട്ടാൽ വെന്തില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ടാണ് മാങ്ങ ചക്കക്കുരു. മാങ്ങയ്ക്ക് നല്ല വേവുണ്ട്. കലങ്ങാത്തൊരു മാങ്ങയാണത്. അതുകൊണ്ട് ഞാൻ ചക്കക്കുരു മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എൻ്റെ സഹോദരിമാരെല്ലാവരും നല്ലോണം വെള്ളം കുടിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. കുറേ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കണം. ഞാൻ പിന്നെയും പറയുവാണ്. യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ വഴിയുണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. മാങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരുവിൻ്റെ ആവി വെയിറ്റ് എടുത്തിട്ട് ചക്കക്കുരു വെന്തോന്നോ. വെയിറ്റ് പോയിട്ടില്ല, ഒന്ന് വെന്തോട്ടെ. ചൂടുകൊണ്ട് നിൽക്കാൻ പാടില്ല അടുക്കളയിൽ. എന്ത് ചെയ്യാനാ? ജോലി കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സ് പോലും ഞാൻ മാറിയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ ഇതൊന്ന് ശരിയാക്കിയാലേ വീഡിയോ വിടാൻ പറ്റുള്ളൂല്ലോ എനിക്ക്. ഞാൻ ഒരു ചെറിയ ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ട്.
സ്ഥലത്ത്. അപ്പം അത് കഴിഞ്ഞ് വന്നിട്ടാണ് ചെയ്യുന്നത്. ചക്കക്കുരു എന്താന്ന് നോക്കട്ടെ കേട്ടോ. ഇതിലേക്ക് കമത്താം കേട്ടോ. പരിപ്പും മാങ്ങയും മുരിങ്ങയ്ക്കയും ചക്കക്കുരു നല്ല ടേസ്റ്റിയായ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കുക. എല്ലാം കൂടി ഒന്ന് യോജിച്ചോട്ടെ. എന്നിട്ട് നമുക്ക് അരപ്പ് കലക്കാം കേട്ടോ. ഒക്കെ ഉണ്ടോ നോക്കട്ടെ. എൻ്റെ കൂടെ മുരിങ്ങക്കോലൊക്കെ വെന്തോ എന്താണെന്നൊക്കെ നോക്കട്ടെ ഒന്ന്. ശകലം ഉപ്പിട്ട് കൊടുക്കാം. അരപ്പ് തിളക്കൂലല്ലോ. അപ്പോൾ ഇത് വെന്തിട്ട് ഇട്ടില്ലെങ്കിൽ കറി ശരിയാവില്ല. ഇത്രയും കൂടി വേകാനുണ്ടെന്ന് വെന്തോട്ടെ കേട്ടോ. അരപ്പ് കലക്കി കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് വെന്തിട്ടുണ്ട്. ശകലം വെള്ളം ചേർക്കാം. തിളക്കാൻ പാടില്ല. അത് ചൂടാകാനേ പാടുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകും മുളകും കൂടി വറുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം എൻ്റെ കറി ഉണ്ടല്ലോ. ചക്കക്കുരു മാങ്ങയും മുരിങ്ങയ്ക്കയും പരിപ്പും കൂടി കറി വെച്ചത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ വരേക്കും. ബൈ.